ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സ്വഭാവ വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആലപ്പി ടു ട്രിവാൻഡ്രം നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ആ പോണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബസ് പോവാണോ? എവിടെ പോണേ? എടുത്തെടുത്ത് മര്യാദയുണ്ട് പറഞ്ഞ ബൈ ബൈ. ഓക്കെ വിമാമടുത്ത് പറ ബൈ. ഇനി ചിറപ്പിന് കാണാം. എന്ത് മേടിക്കാൻ പോണ മുല്ലക്കെ? തോക്ക പോട്ടോ അമ്മ. ശങ്കതൊന്തോ ഞാൻ ഇപ്പൊ വരും, ഇപ്പൊ തന്നെ വരും. ചേട്ടച്ചെവിടെ പോയി? പോട്ടോ ബൈ. അങ്ങനെ നമ്മൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. വസുവിന് ഭയങ്കര വിഷമായിരുന്നു തിരിച്ചു വരാനായിട്ട്, വസുവിന് മാത്രമല്ല എനിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, പഠിക്കാൻ പോകണം, ജോലിക്ക് പോകണം, എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ നിൽപ്പിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ അങ്ങോട്ടേക്കും ചങ്ങനാശ്ശേരി വഴി തന്നെയാണ് പോകുന്നത്. കാരണം അല്ലാതെ പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ അതിൽ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് കഷ്ടിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഈ വന്ന വഴി തന്നെ പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. റെസ്റ്റോറൻറ്റ് നോക്കിയ ഫുൾ ഓഫ് ലൈറ്റ്സ് ഒക്കെ ആയിട്ട്. ഇത് കൺവെൻഷൻ സെന്ററാ. കുറെ കഴിഞ്ഞപ്പോ വസു എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോ ബഹളം തുടങ്ങി. അവന് ചിക്കൻ ഫ്രൈ വേണം. ബ്രോസ്റ്റഡ് ആണ് അവൻ ചിക്കൻ ഫ്രൈ. ഒരുപാടൊന്നും കഴിക്കൊന്നുമില്ല അവൻ വളരെ കുറച്ച്. കാണുമ്പോൾ ഉള്ള ഒരു ആവേശം മാത്രം തന്നെ. പിന്നെ കൊച്ചങ്ങനെ എപ്പോഴും ഇങ്ങനെ സാധനം വേണമെന്ന് പറയാറില്ല. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്തു എപ്പോഴും കഴിക്കരുത്. അങ്ങനെ നമ്മളങ്ങനെ എപ്പോഴും കഴിക്കുന്നവരൊന്നും അല്ല, വല്ലപ്പോഴും മാത്രം കഴിക്കുന്നവരാണ്. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അപ്പം അച്ഛനും മോനും കൂടിയാണ് വാങ്ങാനായിട്ട് പോയത്. എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു. അപ്പം വസു അവിടെ കിടന്നപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിനെ കൊണ്ട് വസുവിന് അവിടെ കിടന്ന് കളിക്കാൻ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അധികം ആളുണ്ടായിരുന്നില്ല. ഇവരച്ഛനും മോനും മാത്രമാണ് അകത്തുണ്ടായിരുന്നത്. അപ്പം അവൻ എവിടെ വേണോ കളിക്കാം, ചാടാം, മറിയാം, അങ്ങനെ. അപ്പം അവിടെ നിന്ന് എനിക്ക് പീസൊക്കെ പറയുന്നുണ്ട്. അവിടെ കിടന്ന് ഭയങ്കര ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിച്ചത് പെരി പെരി റോസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, വായിൽ വെക്കാനേ പറ്റുണ്ടായിരുന്നില്ല. അത് എന്തോ ഒരു പൊടിയിട്ടിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ മണം അടിച്ചപ്പോഴേ എനിക്ക് ലേസ് ഇല്ലേ, നല്ല എരിയുള്ള ലേസ്, അതിൻ്റെ മാതിരിയാണ് തോന്നിയത്. വായിൽ വെച്ചിട്ട് എരിഞ്ഞ് പുകഞ്ഞു വയ്യ. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു കുട്ടി എങ്ങനെ കഴിക്കുന്നു. അവൻ്റെ ഇഷ്ടത്തിനാണ് വാങ്ങിച്ചത് തന്നെ. നമ്മൾ ഈ എരിപിരി വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ പെരി പെരി ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ചേട്ടൻ എന്തോ വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷെ
കുറച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. വായ ചൂട് പിടിക്കണമെന്നും പറഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ നമ്മൾ ആ കുടിക്കുന്നതൊക്കെ വെച്ചാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഈ തിരുവനന്തപുരം ബോർഡ് കാണുന്നതേ ഒരു വിഷമാണ്. ഓ, എത്തി എന്നുള്ളൊരു ഫീല്. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെ ചടച്ചിലായതിനും നമ്മൾ ഇത്തിരി ചായ കുടിക്കാന്ന് വിചാരിച്ച് ഒരു കടയിൽ കയറി. നല്ല കട്ടൻ ചായ, നല്ല മിൻറ്റ് കട്ടൻ, നല്ല സൂപ്പർ കട്ടൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി കിടന്നുറങ്ങണം. സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ലോഗ്സ്.